What's up guys, this is Srivin here from umntech. Welcome to our latest video. ഓൾമോസ്റ്റ് 2 ആഴ്ച മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹിഡൻ ആൻഡ്രോയിഡ് ഫീച്ചേഴ്സിനെ പറ്റി. നമ്മുടെ ചാനലിന് ഒരുപാട് വ്യൂസും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും നേടിത്തന്ന ഒരു പർട്ടിക്കുലർ വീഡിയോ ആയിരുന്നു അത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. സോ നമ്മൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ നമ്മുടെ ഡെയിലി സ്മാർട്ട് ഫോൺ യൂസിന് ഒരുപാട് വാല്യൂ ആഡ് ചെയ്യുന്ന ചില ഹിഡൻ ഫീച്ചേഴ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ വീണ്ടും സംസാരിക്കാൻ പോകുന്നത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ആദ്യത്തെ ഹിഡൻ ഫീച്ചേഴ്സിലേക്ക് കടക്കാം. നമ്മൾ പലപ്പോഴായി ആലോചിക്കാറുള്ള ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് ഒന്നിലധികം ആപ്പുകൾ ഒറ്റ ക്ലിക്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും ഈ പ്രോസസ്സ് വളരെ ടയറിംഗ് ആണ് അല്ലേ? ഓരോ ആപ്പായി എടുത്ത് ക്ലിക്ക് ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് കൂടിയാണ്. സോ ഒറ്റ ക്ലിക്കിൽ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു ഫീച്ചർ അല്ലേ? ഓക്കെ, ഒരു തേർഡ് പാർട്ടി ആപ്പിൻ്റെയോ ഒന്നിൻ്റെയോ സഹായം നമുക്ക് ആവശ്യമില്ല. ഓൾറെഡി എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. ഓക്കെ, ഇതുപോലെയുള്ള ബാച്ച് അൺഇൻസ്റ്റാളിങ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. സോ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മൈ ആപ്സ് ആൻഡ് ഗെയിംസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. സോ അത് ഓപ്പൺ ചെയ്യുക. സോ അവിടെ നമുക്ക് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞൊരു ടാബ് കാണാം. സോ ആ ടാബ് ഓപ്പൺ ചെയ്താൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എല്ലാ ആപ്സിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ കിട്ടും. സോ ഇതിൽ മുകളിൽ തന്നെ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. സോ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്താൽ വരാൻ പോകുന്ന പേജ് നോക്കിയാൽ അറിയാം, ഫ്രീ അപ്പ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ് ലഭിക്കുക. സോ ഈ പേജിൽ എല്ലാ ആപ്സും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. സോ അതിൽ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്സ് മാത്രം ടിക്ക് ചെയ്യുക. ഓക്കെ, സോ ഏതൊക്കെ ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യണം അതെല്ലാം ടിക്ക് ചെയ്യുക. സോ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട എല്ലാ ആപ്സും ഇതേപോലെ സെലക്ട് ചെയ്യുക. സോ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഫ്രീ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഒറ്റയടിക്ക് എല്ലാ ആപ്സും, നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ആപ്സും അൺഇൻസ്റ്റാൾ ആവുന്നതാണ്. വളരെ ഈസിയാണ്, വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, ട്രൈ ഇറ്റ്. അടുത്ത ഹിഡൻ ഫീച്ചറിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഷെയിംലെസ് പ്ലഗ്. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനലിൽ വരുന്നതെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾസോ ടേൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ക്യൂവിലുണ്ട്, നമ്മൾ ഉടനടി അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അതെല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഓൾസോ ടേൺ ഓൺ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ഹിഡൻ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ക്രോം ബ്രൗസറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. നമ്മളിൽ തന്നെ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ഒരു ബ്രൗസിങ് ആപ്പാണ് ക്രോം അല്ലേ? സോ പലപ്പോഴും നമ്മൾ ക്രോം യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ടാബ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായി വരുന്നു. പലപ്പോഴും നമ്മൾ മൾട്ടിപ്പിൾ ടാബ്സ് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യാറുണ്ട് അല്ലേ? സോ ഒരു ടാബിൽ നിന്നും മറ്റൊരു ടാബിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടാണിത്. സാധാരണ നമ്മൾ ടാബ് ഓപ്ഷനിൽ പ്രസ് ചെയ്ത് സോർട്ട് ചെയ്ത് സെലക്ട് ചെയ്യാറാണ് പതിവ്. അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്. വളരെ മൈനറാണ്, ബട്ട് പലർക്കും ഇത് അറിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയ്ക്കുള്ളൂ എന്ന് തോന്നിയേക്കാം, ബട്ട് വളരെ യൂസ്ഫുൾ ആണ്. സോ ഒന്നുമില്ല, ബ്രൗസർ ഓപ്പൺ ചെയ്യുക. സോ നമ്മൾ ഓൾറെഡി ഒരു പേജിലാണുള്ളത്, ദ വേർജ് എന്ന സൈറ്റിൻ്റെ ഒരു പേജിലാണുള്ളത്. സോ ഇനി പ്രീവിയസ് ടാബിലേക്ക് എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ മേലെ കാണുന്ന ആ സെർച്ച് ബാറിൽ റൈറ്റിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഒറ്റയടിക്ക് പ്രീവിയസ് ടാബിലേക്ക് പോകുന്നു. ഈവൻ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ വീണ്ടും പഴയ ടാബിലേക്ക് വരുന്നു. സോ ഇങ്ങനെ ഈസിയായി നമുക്ക് സ്വൈപ്പ് ചെയ്ത് എത്രത്തോളം ടാബ്സ് ഉണ്ടോ ആ ടാബ്സിലെല്ലാം ഈസി ആയിട്ട് പോകാൻ സാധിക്കും. എങ്ങനെയുണ്ട് ട്രിക്ക്? സിമ്പിൾ അല്ലേ? ട്രൈ ചെയ്ത് നോക്കുക. മൂന്നാമത്തെ ഹിഡൻ ഫീച്ചറിലേക്ക് കിടക്കാം. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് കൂടിയാണ്. നമ്മൾ പലപ്പോഴും ചാറ്റ് ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും ആർട്ടിക്കിളോ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്തോ പല സിറ്റുവേഷൻസ് വരാറുണ്ട്. ഒറ്റയടിക്ക് ഒരു സെൻറ്റൻസ് മൊത്തം ക്യാപിറ്റൽ ലെറ്റർ ആക്കുക, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലുള്ള എല്ലാ വേർഡുകളുടെയും ആദ്യത്തെ ലെറ്റർ മാത്രം ക്യാപിറ്റൽ ലെറ്റർ ആക്കുക, അല്ലെങ്കിൽ ഒറ്റയടിക്ക് എല്ലാം ലോവർ കേസിലേക്ക് ആക്കുക. സോ ഇത് ഈസിയായി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, മറ്റൊരു കാര്യം, ഇതിന് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ കീബോർഡാണ്. സോ ഗൂഗിൾ കീബോർഡിലാണ് ഇത് മെയിൻലി വർക്ക് ചെയ്യുന്നത്. മറ്റു പല കീബോർഡുകളും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് സ്പെഷ്യലി ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഗൂഗിൾ കീബോർഡിലാണ്. ഗൂഗിൾ കീബോർഡ് അധികം യൂസ് ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കീബോർഡാണ്, ഗൂഗിളിൻ്റെ സ്വന്തം കീബോർഡാണ്. സോ ട്രൈ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഈ ടിപ്പിലേക്ക് പോകാം. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഗൂഗിൾ കീപ്പ് എന്ന് പറയുന്ന ആപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. എവിടെ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റും നമുക്ക് ഈ ഫീച്ചർ ഉപയോഗിച്ച് മോഡിഫൈ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് സിമ്പിളായി ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്യാം. സോ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലാണ്, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ്. സോ ഇത് എങ്ങനെ മോഡിഫൈ ചെയ്യാമെന്ന് നോക്കാം. സോ ആദ്യമായി ഞാൻ ഈ സെൻറ്റൻസ് മൊത്തത്തിൽ സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗൂഗിൾ കീബോർഡിലുള്ള ഷിഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എല്ലാ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സായി മാറി. ഒരു വട്ടം കൂടി ഷിഫ്റ്റ് പ്രസ് ചെയ്തു. ഇപ്പോൾ ഈ സെൻറ്റൻസിലുള്ള എല്ലാ വേർഡ്സിൻ്റെയും ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലായി മാറി. കണ്ടോ? ഇനി
ഒരു വട്ടം കൂടിയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൻറ്റൻസിലുള്ള എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സായി മാറുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാം. പലപ്പോഴും ലോവർ കേസും അപ്പർ കേസും മാറി മാറി ടൈപ്പ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് ഈ ഷിഫ്റ്റ് കീ യൂസ് ചെയ്ത് ഈസിയായി നമുക്കിത് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അടുത്ത ഹിഡൻ ഫീച്ചറിലേക്ക് പോകാം. എൻ്റെ ഒരു റെഗുലർ ഹാബിറ്റ് ആണ് ഇടയ്ക്കിടയ്ക്ക് മൾട്ടി ടാസ്കിങ്ങിൽ പോയി എല്ലാ ആപ്സും ക്ലിയർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതൊരു ഹാബിറ്റായി മാറിയിരിക്കുകയാണ്. ബട്ട് ചില സമയത്ത് അതൊരു ചീത്ത ഹാബിറ്റ് കൂടിയാണ്. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഇടയ്ക്ക് നമ്മുടെ വീഡിയോക്കെല്ലാം വേണ്ടി സ്ക്രിപ്റ്റ് ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടൈപ്പ് ചെയ്ത് വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിം കളിച്ച് പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, സേവ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇതെല്ലാം മറന്ന് നമ്മൾ മൾട്ടി ടാസ്കിൽ പോയിട്ട് ക്ലിയർ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഈ ആപ്സ് എല്ലാം ക്ലോസ് ആയി പോകും. സോ ഓട്ടോ സേവ് ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. ഇത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? നമുക്ക് ക്ലോസ് ആവരുത് എന്നുള്ള ആപ്സ് മാത്രം ക്ലോസ് ആവാതെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതിനുള്ള ഒരു ഹിഡൻ ഫീച്ചറാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിൾ ആണ്, കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. നമ്മുടെ മൾട്ടി ടാസ്ക് ബട്ടൺ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓപ്പൺ ആയി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആപ്സും ഇവിടെ കാണാൻ സാധിക്കും. സോ ഇതിൽ എനിക്ക് യൂട്യൂബ് സ്റ്റുഡിയോ മാത്രം ലോക്ക് ആയിരിക്കണം. അതായത് ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്താലും ഇത് മാത്രം ക്ലോസ് ആവരുത്, ബാക്കി എല്ലാ ആപ്സും ക്ലോസ് ആവണം. റൈറ്റ്? സോ അതെങ്ങനെ ചെയ്യാം? ഈ മുകളിൽ ടോപ്പ് റൈറ്റ് കോർണറിലുള്ള 2 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോക്ക് എന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, സോ ഈ ലോക്ക് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ കാണാൻ പറ്റും ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി ഞാൻ പുറത്തേക്ക് വരുന്നു. സോ ഇനി എപ്പോൾ വേണമെങ്കിലും എനിക്ക് ആപ്സ് ക്ലിയർ ചെയ്യാം കേട്ടോ. മൾട്ടി ടാസ്കിങ് ബട്ടൺ പ്രസ് ചെയ്യുന്നു, ക്ലിയർ. സോ എല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. ഇപ്പോൾ കറന്റ് ഏതൊക്കെ റണ്ണിങ് ആണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഓക്കെ, സോ മൾട്ടി ടാസ്കിങ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ലോക്ക് ചെയ്ത യൂട്യൂബ് സ്റ്റുഡിയോ മാത്രം അതേപോലെ തന്നെ ഉണ്ട്, ബാക്കി എല്ലാ ആപ്സും ക്ലോസ് ആയി കഴിഞ്ഞു. ഓക്കെ, സോ ഇതുപോലെ ഏത് ആപ്സ് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ലോക്ക് ചെയ്യാം. നമ്മുടെ ചാറ്റിംഗ് ആപ്സോ ഈവൻ ഗെയിമിംഗ് ആപ്സോ എല്ലാം ലോക്ക് ചെയ്യാം. ഒരു വട്ടം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ട് ലോക്ക് ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, നമ്മൾ മാനുവലി ക്ലോസ് ചെയ്താൽ മാത്രമേ പിന്നെ അത് ക്ലോസ് ആവുള്ളൂ. ഓക്കെ, സോ ട്രൈ ഇറ്റ്, വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇനി ഈ എപ്പിസോഡിൽ ലാസ്റ്റത്തെ ഹിഡൻ ഫീച്ചറിലേക്ക് കടക്കാം. സോ ഇതും ഗൂഗിൾ കീബോർഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചറാണ്. മറ്റു പല കീബോർഡുകളും ഇത് സാധ്യമായേക്കാം, ബട്ട് ഞാനിവിടെ ഡെമോ കാണിക്കുന്നത് ഗൂഗിൾ കീബോർഡിലാണ്. ഗൂഗിൾ കീബോർഡിൽ ക്ലിപ്ബോർഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. സോ നമ്മൾ ഡെയിലി സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നൊക്കെ എന്തൊക്കെ കോപ്പി ചെയ്യുന്നുണ്ടോ, ടെക്സ്റ്റ് കണ്ടന്റ്സ്, നമ്മൾ എന്തൊക്കെ ടെക്സ്റ്റ് കണ്ടന്റ്സ് കോപ്പി ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം ഗൂഗിൾ കീബോർഡിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മൾ എവിടെ നിന്നൊക്കെ എന്തൊക്കെ ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ടോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലിപ്പ് ബോർഡിൽ അവൈലബിൾ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ബ്രൗസർ ഓൺ ചെയ്യാം. സോ ബ്രൗസറിൽ നിന്ന് ഏതെങ്കിലും റാൻഡം ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്യാം. ഓക്കെ, ഞാനിത് കോപ്പി ചെയ്യാണ്. കോപ്പി. ഓൾറെഡി ഈ ടെക്സ്റ്റ് ഞാൻ കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് റീയൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ഞാൻ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും. റൈറ്റ്? ബട്ട് ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം ഇനിയും എനിക്ക് മറ്റൊരു ടെക്സ്റ്റ് കോപ്പി ചെയ്യണം. സോ ഞാൻ താഴെ വന്ന് വേറൊരു ടെക്സ്റ്റ് കൂടി കോപ്പി ചെയ്തു. ഓക്കെ, സോ ഇതെല്ലാം നമുക്ക് ഗൂഗിൾ കീബോർഡ് വഴി എങ്ങനെ റീയൂസ് ചെയ്യാമെന്ന് നോക്കാം. വീണ്ടും നമുക്ക് കീപ്പ് ആപ്പ് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, സോ ഗൂഗിൾ കീബോർഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ഇതിൽ റീസെൻറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മളിപ്പോൾ തന്നെ മറ്റേ സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്ത 2 ടെക്സ്റ്റ് കണ്ടന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. റൈറ്റ്? സോ ഇതിലേതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് അതുമേൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അത് നമ്മുടെ സ്ക്രീനിൽ വരുന്നതായിരിക്കും. ഈസിയാണ് പേസ്റ്റ് ചെയ്യാനായിട്ട്. ഇത് എത്ര തവണ വേണമെങ്കിലും നമുക്ക് റീയൂസ് ചെയ്യാവുന്നതുമാണ്. സോ ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ റെഗുലർലി കോപ്പി ചെയ്യുന്ന എല്ലാ ടെക്സ്റ്റും ഇവിടെ ക്ലിപ്പ് ബോർഡിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. ഓട്ടോമാറ്റിക്കലി സ്റ്റോർ ആവുന്ന ടെക്സ്റ്റുകൾ 1 മണിക്കൂറത്തേക്ക് മാത്രമാണ് ക്ലിപ്പ് ബോർഡിൽ നിൽക്കുക. 1 മണിക്കൂറിന് ശേഷം അത് ഓട്ടോ ഡിലീറ്റ് ആയി പോകുന്നതാണ്. ഇനി പെർമനന്റ് ആയി ഏതെങ്കിലും ടെക്സ്റ്റ് കണ്ടന്റ് നമുക്ക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക നോക്കാം. ഇപ്പോൾ റീസെന്റ് കോപ്പി ചെയ്ത കണ്ടന്റ് തന്നെ എടുക്കാം. സോ ഇത് എനിക്ക് 1 മണിക്കൂറിന് ശേഷം ഡിലീറ്റ് ആയി പോകരുത്, പെർമനന്റ്ലി ഈ ക്ലിപ്പ് ബോർഡിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്യുക. ഇതിൽ ഒരു പിൻ ഐക്കൺ കാണാം. ആ പിൻ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് നമ്മളെ ക്ലിപ്പ് ബോർഡിൽ പിൻഡ് ആവുന്നതാണ്. അതായത് പിൻഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിൽ പിന്നീട് ആ ടെക്സ്റ്റ് റിഫ്ലക്ട് ചെയ്യുന്നതാണ്. ഇതിനർത്ഥം മറ്റൊന്നുമല്ല, ഈ ടെക്സ്റ്റ് ഓൾറെഡി പിൻഡ് ആണ്, ഇത് ഓട്ടോ ഡിലീറ്റ് ആയി പോകുന്നതല്ല, പെർമനൻ്റ്ലി ഇവിടെ തന്നെ ഉണ്ടാകുന്നതാണ്. എങ്ങനെയുണ്ട്? നല്ലൊരു ഫീച്ചർ അല്ലേ? പല സിറ്റുവേഷനിലും ഒരുപാട് യൂസ്ഫുൾ ആണ് ഈ ഫീച്ചർ. ഞാൻ റെഗുലറായി യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കൺവേ ചെയ്യാനുണ്ടായിരുന്ന 5 ഹിഡൻ ആൻഡ്രോയിഡ് ഫീച്ചേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ റെസ്പോൺസും കമൻസിലൂടെയും ലൈക്കിലൂടെയും ഷെയറിലൂടെയും ഞങ്ങളെ അറിയിക്കുക. ഇതുകൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു ടേൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി I'll be back very soon. Till then, bye.